السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين وصلى الله وسلم وبارك على سيدنا محمد وآله وصحبه أجمعين. തൊട്ടുമുമ്പ് നടന്ന UP അറബിക് എക്സാമിലെ ട്രാൻസ്ലേഷൻ, അതുപോലെ കോംപ്രിഹെൻഷൻ, കുറച്ചൊക്കെ നഹ്വ്, ഇതൊക്കെ ആയിട്ട് മൊത്തത്തിൽ ബന്ധപ്പെട്ട് കിടക്കുന്ന ക്വസ്റ്റ്യൻസിൻ്റെ ഡിസ്കഷൻ, അതിൻ്റെ അനാലിസിസ് ആണ് ഈ സെഷനിലൂടെ ഉദ്ദേശിക്കപ്പെടുന്നത്. നമുക്ക് ആമുഖങ്ങളൊന്നും ഇല്ലാതെ നേരെ വിഷയത്തിലേക്ക് പ്രവേശിക്കാം. ഈ ഏരിയയിൽ നിന്ന് റീഡിംഗ് കോംപ്രിഹെൻഷൻ്റെ ക്വസ്റ്റ്യൻസ്, അത് 2 പാസേജുകളാണ് തന്നിട്ടുള്ളത്. ഇൻഷാല്ലാ നെക്സ്റ്റ് സെഷനിൽ നമ്മൾ നാളെ തന്നെ ഡിസ്കഷൻ നടത്തും. എല്ലാം കൂടി ഇന്ന് സമയം ഉണ്ടാവില്ല നമുക്ക്. അതുകൊണ്ട് റീഡിംഗ് കോംപ്രിഹെൻഷൻ പാർട്ട് ഇൻഷാല്ലാ നാളെ ആയിരിക്കും. ഇന്ന് നമ്മൾ ട്രാൻസ്ലേഷൻ, അതുമായി ബന്ധപ്പെട്ട മറ്റ് ഏരിയകളാണ് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ എക്സാമിൽ ചോദിക്കപ്പെട്ട ട്രാൻസ്ലേഷനുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് കാണിക്കുന്നത്. ഒരു ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വക്കീലുൽ വിസാറ മാ ഹിയ തർജമ അൽ ഇൻഗ്ലീസിയ അൽ മുതദാവില ലിഹാദിഹിൽ ഇബാറ. കറക്റ്റ് ഉത്തരം കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്ത് അറിയിക്കുക. 1 2 3 4 ഏതാണ് എന്നുള്ളത് കമന്റ് ചെയ്യുക. ഓപ്ഷൻ എ ഉള്ളത് അറ്റോർണി ഓഫ് ദി മിനിസ്ട്രി ആണ്. ഓപ്ഷൻ 2 ഉള്ളത് ഏജന്റ് ഓഫ് ദി മിനിസ്ട്രി ആണ്. ഓപ്ഷൻ സി ഉള്ളത് അണ്ടർ സെക്രട്ടറി ഓഫ് ദി മിനിസ്ട്രി ആണ്. ഓപ്ഷൻ 4 അഡ്വക്കേറ്റ് ഓഫ് ദി മിനിസ്ട്രി. ഇതിലേതാണ് ശരി ഉത്തരം? മൾട്ടിപ്പിൾ ആൻസറുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ABCD മൊത്തം വരുന്നുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ശരി ഉത്തരത്തിലേക്ക് പോവാം. കൂടുതൽ സമയം എടുക്കുന്നില്ല. ഇതിൽ ഓപ്ഷൻ സി ഓർ 3 ആണ്. ഓപ്ഷൻ 3 ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. അണ്ടർ സെക്രട്ടറി ഓഫ് ദി മിനിസ്ട്രി എന്നുള്ളതാണ്. വക്കീലുൽ വിസാറ എന്നത് പ്രത്യേക പദവിയാണ്. ഒരു മിനിസ്റ്ററുടെ കീഴിൽ സെക്രട്ടറി ഉണ്ടാകും, അതുപോലെ ഡെപ്യൂട്ടി സെക്രട്ടറി അല്ലെങ്കിൽ അസിസ്റ്റന്റ് സെക്രട്ടറി ഉണ്ടാകും. പലയിടത്തും പല പേരുകളുണ്ടാവുക. അതിൻ്റെ കീഴിലുണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട അഡ്മിനിസ്ട്രേഷൻ പോസ്റ്റ് തന്നെയാണ് അണ്ടർ സെക്രട്ടറി ഓഫ് ദി മിനിസ്ട്രി എന്നുള്ളത്. വളരെ പ്രധാനപ്പെട്ട അഡ്മിനിസ്ട്രേഷൻ പോസ്റ്റാണത്. അപ്പം അതിന് അറബിയിൽ ഉപയോഗിക്കപ്പെടുന്ന പദം വക്കീൽ എന്നാണ്, വക്കീലുൽ വിസാറ. അപ്പം ഇതിൽ പരമാവധി കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന തരത്തിൽ ഓപ്ഷൻസിനെ അവർ ക്രമീകരിച്ചിട്ടുണ്ട്. ഒരാൾ കമന്റ് ബോക്സിൽ ചോദിച്ചതുപോലെ അഡ്വക്കേറ്റ് എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തൂടെ എന്നുള്ളതാണ് ചോദ്യം. ഒരിക്കലും അഡ്വക്കേറ്റ് ഓഫ് ദി മിനിസ്ട്രി എന്നുള്ള പോസ്റ്റ് ഉണ്ടോ എന്നുള്ളത് തന്നെ ആദ്യം നോക്കണം. എൻ്റെ അഭിപ്രായത്തിൽ അങ്ങനത്തെ ഒരു പോസ്റ്റ് ഉണ്ടാവില്ല എന്നാണ്. അഡ്വക്കേറ്റ് ഓഫ് ദി മിനിസ്ട്രി എന്നുള്ള പോസ്റ്റ് ഉണ്ടാവില്ല. അഡ്വക്കേറ്റ് എന്നുള്ള പദം ഉണ്ടാകും. അഡ്വക്കേറ്റിന് എന്താ പറയുക? ഓക്കെ, എല്ലാവർക്കും അറിയുന്നതാണ് അല്ലേ. അഡ്വക്കേറ്റിന് 2 അർത്ഥങ്ങളുണ്ട്. ഒന്ന് അഡ്വക്കേറ്റ് എന്ന് പറഞ്ഞാൽ തുടക്കക്കാരൻ. മുഹാമി എന്ന് പറയില്ലേ? അതന്നെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. വക്കീലിന് മലയാളത്തിൽ നമ്മൾ അഡ്വക്കസി എന്ന് പറയാറുണ്ടല്ലോ. അഡ്വക്കസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യത്തിന്റെ അഡ്വക്കേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ തുടക്കക്കാരൻ അല്ലെങ്കിൽ അതിൻ്റെ വക്താവ് എന്നൊക്കെ പറയാറുണ്ട്. അതേസമയം അഭിഭാഷകൻ എന്നുള്ള അർത്ഥത്തിനും അഡ്വക്കേറ്റ് എന്ന് പറയാറുണ്ട്. അഭിഭാഷകൻ എന്നുള്ള അർത്ഥത്തിന് അഡ്വക്കേറ്റ് എന്നുള്ള പദം പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ അഭിഭാഷകൻ എന്നുള്ള അഡ്വക്കേറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ മുഹാമി എന്നാണ് സാധാരണ പറയാറുള്ളത്. അൽ മുഹാമി എന്നാണ് പറയാറ്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാറല്ലേ. ഇവിടെ മറ്റൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ ഞാൻ പറഞ്ഞിട്ടുള്ളത്, ഇപ്പൊ വക്കാലത്ത് പറഞ്ഞ ഏജൻസിയാണ്. ഇപ്പൊ വക്കീൽ, ഏജന്റ് എന്നുള്ള അർത്ഥമുണ്ട് വക്കീലിന് ഏജന്റ് എന്നുള്ള അർത്ഥമുണ്ട്. പക്ഷെ ഏജന്റ് ഓഫ് ദി മിനിസ്ട്രി എന്നുള്ളൊരു ഒരു പൊസിഷൻ, ഒരു ഉദ്യോഗതലം ഉണ്ടോ എന്നുള്ളതാണ് നോക്കേണ്ടത്. അങ്ങനെ ആരും കിട്ടിയിട്ടുണ്ടാവില്ല ഏജന്റ് ഓഫ് ദി മിനിസ്ട്രി എന്നുള്ളത്. അതേസമയം അണ്ടർ സെക്രട്ടറി, ഒരു മിനിസ്റ്റർക്ക് എന്തായാലും സെക്രട്ടറിയും ചീഫ് സെക്രട്ടറി ഉണ്ടാകും. അയാളായിരിക്കും ഏറ്റവും ഉയർന്ന പോസ്റ്റിൽ ഉണ്ടാവുക. അയാൾക്ക് കീഴിൽ മറ്റുള്ള ഇതുണ്ടാവും. അതിൽ പെട്ടൊന്നാണ് അണ്ടർ സെക്രട്ടറി എന്ന് പറയുന്നത്. ഈ സിവിൽ സർവീസ് എക്സാം ഒക്കെ എഴുതിയിട്ടുണ്ടാവുന്ന വലീഫത്തുകളാണത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ജദ്വലു തഅയീൻ ഇഖ്തർ الترجمة الإنجليزية المتداولة لهذه العبارة. ജദ്വലു തഅയീൻ എന്നുള്ള പദമൊക്കെ നമ്മൾ നേരത്തെ പരീക്ഷയ്ക്ക് മുമ്പ് തന്നെ ചർച്ച ചെയ്തിട്ടുള്ള പദമാണ് തഅയീൻ. ഓർക്കുന്നുണ്ടാകും ഒരു പക്ഷേ. ജദ്വലു തഅയീൻ എന്നുള്ള പദം ചെയ്തിട്ടുണ്ടാവില്ല. എന്നാൽ പോലും തഅയീൻ എന്നുള്ള പദം കിട്ടിയാൽ തന്നെ നമുക്ക് ഇതിന്റെ കറക്റ്റ് ഓപ്ഷനിലേക്ക് സുഖമായിട്ട് എത്താൻ പറ്റും. ഓക്കെ, എല്ലാവരും ഓപ്ഷൻ 4 അല്ലെങ്കിൽ ഓപ്ഷൻ ഡി ആണ് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ ഉത്തരവും അത് തന്നെയാണ്. തഅയീൻ എന്ന് പറഞ്ഞാൽ വാക്സിനേഷൻ ആണ് എന്നുള്ള ഏറെക്കുറെ എല്ലാവർക്കും അറിയുമായിരിക്കും. തഅയീൻ മാന വാക്സിനേഷൻ. പിന്നെ ജദ്വലാണ് അതിൽ വന്നിട്ടുള്ളത്. ജദ്വൽ ടേബിൾ ആണ് എന്നുള്ളതും ഓൾറെഡി എല്ലാവർക്കും അറിയായിരിക്കും. ജദ്വൽ ടേബിൾ തഅയീൻ വാക്സിനേഷൻ, ജദ്വൽ തഅയീൻ വാക്സിനേഷൻ ടേബിൾ. ഇതിൽ നമ്മൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടി ത്വാം എന്നുള്ള റൂട്ട് വീടുന്ന ഫുഡ്, ഹോട്ടൽ, ക്യാൻറ്റീൻ, ഇതൊക്കെ ത്വാമുമായി ബന്ധപ്പെട്ടത് എന്നുള്ള അവർക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടി ഒരിക്കലും വാക്സിനേഷനിലേക്ക് പോകില്ലല്ലോ. തഅയീൻ എന്നുള്ള പദം ശരിക്കത് അങ്ങനെ തന്നെ പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും വാക്സിനേഷനിലേക്ക് പോകില്ല. മറിച്ച് ഈ ഫുഡോ ഹോട്ടലോ ക്യാൻറ്റീനൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരുള്ളൂ. അപ്പോൾ ഫുഡ്, ഹോട്ടൽ മെനു അതൊക്കെ ചിലപ്പം വരും നമ്മുടെ മനസ്സിലേക്ക്. അപ്പോ ഈ തഅയീൻ എന്നുള്ളത് വാക്സിനേഷൻ ആണ് എന്ന് തന്നെ അറിഞ്ഞിരിക്കണം. അല്ലാത്തവർക്ക് ഇത് ഒരിക്കലും ആൻസർ ശരിയായി കിട്ടൂല. നമുക്ക് നെക്സ്റ്റ് നോക്കാം. ടാക്സബിൾ ഇൻകം. ഇത് നമുക്ക് എലിമിനേഷനിലൂടെ കറക്റ്റ് ഉത്തരത്തിലേക്ക് സുഖകരമായിട്ട് എത്താൻ പറ്റും. ഓക്കെ, നമുക്ക് ഏതാണ്ട് എല്ലാവരും ഓപ്ഷൻ സി ആണ് ചെയ്തിട്ടുള്ളത്. ഓപ്ഷൻ 3 അല്ലേ? നമ്മുടെ ശരി ഉത്തരം അത് തന്നെയാണ്. അത് എലിമിനേഷനിലൂടെ എത്താൻ പറ്റുമെന്ന് പറയാൻ കാരണം, ഇൻകം എന്നുള്ളതിന് എല്ലാവർക്കും അറിയായിരിക്കും. ഇൻകം എന്നുള്ളതിന് ദഖൽ എന്നാണെന്നുള്ളത് നമ്മളൊക്കെ കുറെ ചർച്ച ചെയ്തിട്ടുള്ളതാണ്, പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ വരീബത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാക്സ് ആണ് എന്നുള്ളതും നമ്മൾ കുറെ പറഞ്ഞിട്ടുള്ളതാണ്. ഇവിടെ ഒന്നാമത്തത് വരീബത്തു ദഖൽ, ഇൻകം ടാക്സ്, അതല്ലല്ലോ ചോദ്യം. ടാക്സബിൾ ഇൻകം, ടാക്സ് കൊടുക്കേണ്ടതായിട്ടുള്ള ടാക്സിന്റെ പരിധിയിൽ ഇവിടെ വരുന്ന ഇൻകം. അപ്പൊ ഒന്നാമത്തെ നമുക്ക് ഉറപ്പായിട്ടും ഒഴിവാക്കാം. ഒരു ടാക്സ് എന്നുള്ള പദമുണ്ട്, ഇൻകം എന്നുള്ളതുണ്ട്. പക്ഷെ ടാക്സബിൾ ഇൻകം ഒരിക്കലും ആവുന്നില്ല. അത് ഇൻകം ടാക്സ് എന്ന് വരുന്നത്. അതിൽ ടാക്സ് എന്നുള്ള പദമില്ല, ഇൻകം എന്നുള്ള പദമില്ല. മഹ്സൂലാത്ത് പറഞ്ഞാൽ ഈ ക്രോപ്സിനെ പറയുക. അൽ ജിബായ എന്ന് പറഞ്ഞാൽ ജിബായത്ത് ശരിക്കും കളക്ട് ചെയ്യുന്ന ജാബി, കളക്ടർ. യൗമ യുജ്ബ അലൈഹിം എന്നൊക്കെ ഖുർആനിലുണ്ടല്ലോ. ജിബായത്ത് പക്ഷേ ടാക്സ് കളക്ഷൻ, ടാക്സിന്റെ കളക്ഷനാണ് ജിബായത്ത് എന്ന് പറയുന്നത്. അത് ടാക്സും ഇൻകം ആയിട്ടൊന്നും ബന്ധമില്ല. അംവാലു സക്കാത്ത്, അവിടെ ഒരു ടാക്സും ഇൻകമും ഇല്ല. അതിൻ്റെ ഒരിക്കലും നമ്മൾ തിരഞ്ഞെടുക്കുകയും ഇല്ല. ഇവിടെ ആകെയുള്ളത് ഓപ്ഷൻ 3 മാത്രമാണ് ശരിയുത്തരം. ദഖൽ എന്ന് പറഞ്ഞാൽ ഇൻകം. അൽ ഖാദിഉ ലിൽദരീബ ടാക്സബിൾ.
ഈ അൽ ഖാദിഉലി എന്നുള്ളത് ഇവിടെ മാത്രമല്ല പലയിടത്തും ഇങ്ങനെ ഉപയോഗിക്കാറുണ്ട്. ഈ ടാക്സബിൾ അല്ലെങ്കിൽ ഏബിൾ എന്നുള്ള അർത്ഥത്തിന് അൽ ഖാദിഉലി എന്നുള്ള പദം പലയിടത്തും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. എല്ലായിടത്തും അങ്ങനെ ഉപയോഗിക്കും. അൽ ഖാദിഉലി എന്നുള്ള പദമാണ്. ടാക്സബിൾ, പിന്നെ അതുപോലെ ചാർജബിൾ എന്നൊക്കെ നമ്മൾ ഏബിൾ ചേർത്ത് നമ്മൾ പറയാറുള്ള പല പദങ്ങളുണ്ട്. പിന്നെ അൽ ഖാദിഉലി എന്നുള്ളത് എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടേമാണ്, ഒരു പദമാണ്. അപ്പൊ വളരെ സിമ്പിളാണ് കാര്യം. ഇത് ചോദിക്കുന്നുണ്ടോ? മഹ്സൂലാത്ത് ക്രോപ്സ്, ഈ വിളവിനൊക്കെ പറയും. അപ്പോ ദഖൽ എന്ന് പറഞ്ഞാൽ ഇൻകം, ദഖൽ ഇൻകം, ലരീബത്ത് ടാക്സ്, അൽ ഖാദിഉൽ ലരീബ ടാക്സബിൾ. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓൾറെഡി എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും, എന്നാൽ പോലും എല്ലാവരെയും പരിഗണിച്ചുകൊണ്ട് ഒന്നും കൂടി വിശദമായിട്ട് പറഞ്ഞെന്ന് മാത്രം. ചില ചോദ്യങ്ങൾക്കൊക്കെയും എന്നല്ല, എല്ലാ ചോദ്യങ്ങൾക്കും കഴിയുമെങ്കിൽ എലിമിനേഷൻ മെത്തേഡ് നമ്മൾ ഉപയോഗിക്കണം. മറ്റുള്ള ഓപ്ഷൻസ് ഒന്നല്ല എന്നുള്ളത് ഉറപ്പുവരുത്തുന്ന രൂപത്തിൽ ഓരോ ചോദ്യങ്ങൾക്കും നമ്മളത് എലിമിനേറ്റ് ചെയ്തുകൊണ്ട് ശരി ഉത്തരത്തിലേക്ക് എത്താൻ കൂടി ശീലിക്കണം. കാര്യങ്ങളൊന്നും കൂടി കൃത്യതയിലും എളുപ്പത്തിലും ആയിട്ട് തീരും. ഓക്കെ, നെക്സ്റ്റ്, മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്. മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് എല്ലാവരും ഉത്തരം ചെയ്യട്ടോ. ഓക്കെ, ചെയ്തവരൊക്കെയും ചെയ്തിട്ടുള്ളത് ഓപ്ഷൻ ഡി ആണ് അല്ലെ? ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി ആണെന്നുള്ള കാര്യം നേരത്തെ അറിയോ? എങ്ങനെ ഓപ്ഷൻ ഡി ആയിട്ടുള്ളത്? അന്ന് മുമ്പ് സെറ്റ് എക്സാമിന് വന്നിട്ടുള്ളത് ഞാനോ HS എനിക്ക് ഓർമ്മയില്ല, സെറ്റിനെണ്ണാൻ തോന്നുന്നുണ്ട്. അന്ന് വന്നിട്ടുള്ളത് പിന്നെ അതിന്റെ ശരിയുത്തരം മുദക്കിറത്തു തഫാഹും എന്നായിരുന്നു. നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് മുദക്കിറത്തു തഫാഹും. ഇവിടെ ഓപ്ഷൻ 4 ആണ് ആൻസർ കീയിൽ ഇവർ കൊടുത്തിട്ടുള്ളത്. ഓപ്ഷൻ 4 ആണ് കൊടുത്തിട്ടുള്ളത്. ഓപ്ഷൻ 4 എന്ന് പറയുമ്പോൾ അഖദ് തഅസീസ് ശരീക്ക എന്നാണ്. അഖദ് തഅസീസ് ശരീക്ക എന്നുള്ളത് ഒരു നിലക്കും മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് എന്നതിൻ്റെ അറബിയായിട്ട് ഞാൻ മനസ്സിലാക്കുന്നില്ല. ഇനി അറിവുള്ളവർക്ക് പറയാം, എല്ലാവർക്കും വേണ്ടി വിടുകയാണ്. അതുകൊണ്ട് ഞാൻ ആദ്യം ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻ ഡി നിങ്ങൾക്ക് എങ്ങനെ കിട്ടി എന്നുള്ളത്. ഓപ്ഷൻ ഡി നിങ്ങൾ നേരത്തെ എവിടെയും കണ്ടണോ? അഖദ് തഅസീസ് ശരീക്ക എന്നുള്ളത് ആൻസർ കീയിൽ വന്നതാണ്, നിങ്ങൾ എഴുതിയ അതൊന്നുമില്ല. ഓക്കെ ഓക്കെ. അപ്പോ പിന്നെ ഈ അഖദ് തഅസീസ് ശരീക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്ക് മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് അല്ല. പക്ഷെ ഇതുപോലെ ആൻസർ കീയിൽ അതാ കൊടുത്തിട്ടുള്ളത് കേട്ടോ. തന്നിട്ടുള്ള ആൻസർ കീയിൽ അഖദ് തഅസീസ് ശരീക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഖദിന് മെമ്മോറാണ്ടം എന്നുള്ള അർത്ഥമുണ്ട്. പക്ഷെ അഖദ് തഅസീസ് ശരീക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ കമ്പനിയൊക്കെ തുടങ്ങുന്നുണ്ടാകുന്ന കോൺട്രാക്റ്റിന് ആ ഒരു മെമ്മോറാണ്ടത്തിനാണ് പിന്നെ അഖദ് തഅസീസ് ശരീക്ക എന്ന് പറയുന്നത്. മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്നൊക്കെ പറയാറുണ്ടായി. അങ്ങനത്തെ ടേമുകളൊക്കെ അതിന് ഉപയോഗിക്കാറുണ്ട്. ഈ മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഒരിക്കലും അഖദ് തഅസീസ് ശരീക്കയല്ല. പിന്നെ ബാക്കിയുള്ള ഓപ്ഷൻസ് ഏതെങ്കിലും ഉണ്ടോ നോക്കാം. ഓപ്ഷൻ 1 എടുത്ത് നോക്കിയാൽ ആരെ ചോദിച്ചു, ഷഹാദത്തു തഫാഹും ലിശ്ശരീക്ക. ഷഹാദത്ത് പറഞ്ഞാൽ സർട്ടിഫിക്കറ്റ് ആണ്, തഫാഹും എന്ന് പറഞ്ഞാൽ അണ്ടർസ്റ്റാൻഡിങ്. അത് ഓക്കെ, തഫാഹും അണ്ടർസ്റ്റാൻഡിങ് ആണെന്നുള്ളത് ഓക്കെ. ലിശ്ശരീക്ക പറഞ്ഞാൽ കമ്പനിയുടെ അപ്പൊ അവിടെ സർട്ടിഫിക്കറ്റ് ഓഫ് ദി അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദി കമ്പനി എന്ന് പറയേണ്ടി വരും. മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഒരിക്കലും ആവില്ല. വസീഖത്തു തർഖീസ് ലിശ്ശരീക്ക, ലൈസൻസ് ഡോക്യുമെന്റ് ഓഫ് ദി കമ്പനി, അതൊരിക്കലും അല്ല. മഫാഹീം, അതിനേതായാലും തെറ്റാണ്. മഫാഹീം എന്ന് പറഞ്ഞാൽ കോൺസെപ്റ്റുകൾ എന്നാണ്. മഫ്ഹൂം എന്ന് പറഞ്ഞാൽ കോൺസെപ്റ്റ്, മഫാഹീം കോൺസെപ്റ്റ്സ്, കൺസെപ്റ്റുകൾക്കാണ് മഫാഹീം എന്ന് പറയുന്നത്. മഫാഹീം ശരിക്കും ഏതായാലും അല്ല. ചുരുക്കി പറഞ്ഞാൽ മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ അറബി ഞാൻ ഇതിൽ കണ്ടിട്ടില്ല. ഇനി ഞാൻ കണ്ടു വിചാരിച്ചിട്ട് അത് തെറ്റാവണമെന്നില്ല, ചാലഞ്ചബിൾ ആണ് എന്നാണ് ഞാൻ
വിചാരിക്കുന്നത്. ഇപ്പൊ മെമ്മറോണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് എന്നതിന്റെ അറബി നമ്മൾ നേരത്തെ പഠിച്ചതാണ്, ചർച്ച ചെയ്തിട്ടുള്ളത്. മുദക്കിറത്തു തഫാഹും എന്ന് തന്നെയാണ്. അതിൽ ഇതുവരെ ആരും മാറ്റങ്ങൾ വരുത്തിയിട്ടില്ല. അടുത്തത് ഓക്കെ, കുറഞ്ഞ പേരാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബാക്കിയുള്ളവരൊക്കെ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. സംഗതി കുറച്ച് കടുപ്പുള്ള ക്വസ്റ്റ്യൻ ആണത്. കാരണം ഇതിപ്പോ ഓപ്ഷൻ 4 സുഖമായിട്ട് ആയിക്കോട്ടും. അതായത് നമ്മളെ ലെറ്റേഴ്സ് വെച്ച് നോക്കുകയാണെങ്കിൽ ദാല്, അതിന് പിന്നെ ദാത്ത് അതിലുണ്ട്, മീം അടുത്തത് മക്തബ് അതിൽ മീമുണ്ട്, മൊറഹസ് അതിലും മീമുണ്ട്. അപ്പോൾ ശരിക്കത്തു എം 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 എന്ന് പറയില്ല അല്ലേ, എം എന്ന് ഇംഗ്ലീഷിലുള്ള പറയാ. നമ്മള് പിന്നെ ഈ ഇത്തരം എക്സ്പാൻഷൻസ് അബ്രിവേഷൻസ് ഒക്കെ ഇംഗ്ലീഷിൽ ഉണ്ടാവാറുണ്ട്, പക്ഷെ അറബിയിലും ചെറുതൊക്കെ ഉണ്ട്. അപ്പൊ ദായിഷ് ഒക്കെ ഉണ്ടല്ലോ, ദായിഷ് എന്നുള്ളത് ഇവരുടെ ദായിഷിന്റെ ഫുൾ എന്തായിരുന്നു? ദൗലത്തുൽ ഇസ്ലാമിയ ഫിൽ ഇറാഖ് വശാം അല്ലേ, അതല്ലേ? അതിന്റെ ഇംഗ്ലീഷാണ് ISIS എന്നുള്ളത്. അപ്പൊ ദൗലത്തുൽ ഇസ്ലാമിയ ഫിൽ ഇറാഖ് വശാം എന്നുള്ളതിന് ചുരുക്കമായിട്ട് ദാഇഷ് എന്ന് പറയാറുണ്ട്. ഇങ്ങനെ അറബിയിൽ വളരെ അപൂർവമായിട്ടാണ് ഇങ്ങനെ ചുരുക്കിയിട്ട് ഉണ്ടാവാറുള്ളത്. അപ്പൊ അതിൽ പെട്ടൊരു സാധനമാണത്. അപ്പൊ ഇതിലാകെ ശരിക്ക് ഉള്ള സാധനമായിട്ട് ഈ ഓപ്ഷൻ 1 ഉള്ളൂ. ശരിക്ക ദാത്തു മസ്ഊലിയത്തിൻ മഹദൂദ, ലിമിറ്റഡ് ലയബിലിറ്റി കമ്പനി എന്നുള്ളതാണ്. അത് ഇംഗ്ലീഷിലേക്ക് വരുന്ന സമയത്ത് LLC ആണത്. ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ക്വസ്റ്റ്യൻ എന്താ വായിക്കുക എന്നുള്ളതാണ്. ശരിക്കത്തു ദാലി മീമ് മീമ് എങ്ങനെ ഇത് വായിക്കാൻ? ദമം ദമം എന്ന് വായിക്കാൻ പറ്റുമോ? ദാലി മീമ് മീമ് അങ്ങനെ വായിക്കേണ്ടി വരും. എനിക്കപ്പോ DMM എന്നൊക്കെയാ തോന്നിയത്, കൊടുത്തില്ല എന്തായാലും. അപ്പൊ ദമം അല്ലെ, ദമം എന്ന് വേണം വായിക്കല്ലേ, ദമം. ശരിക്കത്ത് ദമം എന്ന് വേണം വായിക്കാൻ നമുക്ക്. അപ്പോ ശരിക്കും അറബിയിൽ ഷോർട്ട് കൊടുക്കലുണ്ടോ? ഉണ്ടെന്നാണ് ഇപ്പൊ മനസ്സിലാവുന്നത്. പക്ഷെ ഇത് ടൈമാണെന്ന് തോന്നുന്നു, ഇതുവരെ ഇങ്ങനെ ക്വസ്റ്റ്യൻ ഒന്നും കണ്ടിട്ടില്ല. കണ്ടിട്ടില്ല. ഇത് ആദ്യമായിട്ടാണ് എന്റെ അനുഭവത്തിൽ. ഞാൻ അപ്പോ കുറച്ചായിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ ഒക്കെ ചർച്ച ചെയ്യുന്ന ആളുകൾക്ക് എന്റെ അനുഭവത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ അറബിയുടെ ഒരു ചുരുക്കൊക്കെ ചോദിക്കുന്നത്. ഇംഗ്ലീഷിലൊക്കെ ഇങ്ങനെ ചോദിക്കാറുണ്ട്. ഇപ്പോ ഇംഗ്ലീഷിൽ അതിന്റെ ചുരുക്കം കൊടുത്തിട്ട് അറബിയിൽ അതിന്റെ ഫുള്ള്, അങ്ങനെയൊക്കെ നേരത്തെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു സാധനം ആദ്യമായിട്ടാണ്. ഏതായിരുന്നാലും ഇതിന്റെ ഉത്തരം ഓപ്ഷൻ 1 ആണ്. ശരിക്ക ദാത്തു മസ്ഊലിയ മഹദൂദ, അതായത് ലിമിറ്റഡ് ലയബിലിറ്റി കമ്പനി. നമ്മള് കമ്പനി പല തരത്തിലുള്ള കമ്പനികൾ ഉണ്ടാവുക. ഇപ്പോ സ്റ്റോക്ക്, നമ്മൾ ഷെയർ ഹോൾഡർ ആയിട്ടുള്ള കമ്പനി, സ്റ്റോക്ക്, അതുപോലെ ഈ സ്റ്റോക്ക് ആയിട്ടുള്ള കമ്പനി, അങ്ങനെ പല സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. ഈ കമ്പനി, ഈ ലിമിറ്റഡ് ലയബിലിറ്റി കമ്പനി എന്ന് പറയുന്നത് അത് പ്രത്യേകമായിട്ടുള്ള പിന്നെ ചില എന്താ പറയാ ഇംതിയാസാതൊക്കെ ഉള്ള ഒരു തരം കമ്പനിയാണ്. അതിന്റെ വിശദവിവരങ്ങളൊക്കെ ലിമിറ്റഡ് ലയബിലിറ്റി കമ്പനിയുമായി ബന്ധപ്പെട്ട വിശദവിവരങ്ങളൊക്കെ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതില് പിന്നെ അതായത് നമ്മളെ ഈ പണം നിക്ഷേപിക്കുന്ന ആൾക്ക് കൂടുതൽ പരിക്കുകളില്ലാത്ത, പിന്നെ പണം കൊണ്ട് നഷ്ടമാവാത്ത ഒരു ഏർപ്പാടാണ് നമുക്ക് അതിൽ പറയുന്നുണ്ട്. ഇതും അതേ ക്വസ്റ്റ്യൻ സെറ്റ് എക്സാമിന്റെ പേപ്പറിലുണ്ട്. ഇതേ ക്വസ്റ്റ്യൻ ഉണ്ടാവും. ലിമിറ്റഡ് ലയബിലിറ്റി കമ്പനി, ശരിക്കത്ത് ദാത്ത് മസ്ഊലിയ മഹദൂദ. ഏത് സെറ്റ് എക്സാമിന്റെ? 2017. ഓക്കെ, ഇങ്ങനെ തന്നെയാണ് ചോദിച്ചത്. ശരിക്കത്തു എന്താ ദമം അങ്ങനെ തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇതാണ് ആ സാധനം, ശരിക്കദാത്ത് മസ്ഊലിയ മഹദൂദ. അതിന്റെ പൂർണ്ണ രൂപം അതാണ്. അപ്പൊ അതിന്റെ ദാലെടുത്തിട്ട് പിന്നെ ദാത്ത് മീമ് മസൂലിയത്ത്, അടുത്ത മീമ് മഹദൂദ ആണ് സംഗതി. ഇംഗ്ലീഷിൽ LLC എന്നാണത്. ഇതുമായി കമ്പനിയുമായി ബന്ധപ്പെട്ട വിശദവിവരങ്ങളൊക്കെ
ഇതുകൂടി കഴിഞ്ഞാൽ കിട്ടും. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. UAE പോയവർക്ക് എന്തായാലും മാർക്ക് കിട്ടിയിട്ടുണ്ടാവും. കിട്ടിയിട്ടുണ്ടാവും അല്ലേ? അവിടെയൊക്കെ ഇത് ഉപയോഗിക്കാറാണ്, അതായിരിക്കും. അത് കിട്ടിയിട്ടുണ്ടാവില്ല. അവിടെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുകയാണ് LLC കമ്പനി എന്നുള്ളത്. അത് അറബികൾ ഉപയോഗിക്കുന്നത് ദാത്ത് മസൂലിയ എന്ന് ഏതൊരു പറയുന്നത്. പ്രവാസി ഭാവട്ടതായിരിക്കും ക്വസ്റ്റ്യൻ. ഏതൊരു കാട്ടറബിനെ ഏൽപ്പിച്ചിട്ടുണ്ടാവും. ഇതൊക്കെ അറിഞ്ഞിരിക്കണം. ട്രാൻസ്ലേഷൻ കൂടുതലും UAE ബേസ്ഡ് ആണ്. അങ്ങനെ ഉണ്ടല്ലേ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇഖ്തർ തർജമൽ ഖാത്തിയ മിനൽ ആത്തി. തെറ്റാണ് കണ്ടെത്തേണ്ടത് കേട്ടോ. ഓക്കെ, നമ്മളെ ശരീരത്തിലേക്ക് വരാം. ഓപ്ഷൻ 2 അല്ലെങ്കിൽ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. ഇതിൽ തെറ്റ് അത് മാത്രമാണ്. അൽ മുദീർ അത്തൻഫീദി എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ്, കറക്റ്റാണ്. അൽ മുദീർ ഡയറക്ടർ അത്തൻഫീദി എക്സിക്യൂട്ടീവ്. അൽ മുഹന്ദിസ് അൽ മദനി എന്നുള്ളത് സിറ്റി ആയിട്ട് യാതൊരു ബന്ധവുമില്ല, സിവിൽ എഞ്ചിനീയർ ആണ്. സിറ്റി എഞ്ചിനീയർ എന്ന സാധനം തന്നെ അല്ലല്ലോ, സിവിൽ എഞ്ചിനീയർ ആണ് അൽ മുഹന്ദിസ് അൽ മദനി എന്ന് പറയുന്നത്. മുദീർ അഷ്ഊൻ, അവിടെ ഗ്രമാറ്റിക്കലായിട്ടുള്ള ഒരു മിസ്റ്റേക്ക് ക്വസ്റ്റ്യനിൽ കാണുന്നുണ്ട്. മുദീർ അഷ്ഊനിൽ മുഅല്ലിഫ് എന്ന് പറയില്ല, മുലാഫിൽ ഒരിക്കലും അലിഫിലാന്ന് അങ്ങനെ ഉണ്ടാവാറില്ല. പ്രത്യേകിച്ച് ഇവിടെ തീരെ ഉണ്ടാവില്ല എന്നല്ല, അതായത് ഇവിടെ അലിഫ്ലാം ഉണ്ടാകാൻ പാടില്ലാത്ത സ്ഥലമായിരുന്നു. ഇവിടെ അഷ്ഊന്ന് കാണുന്നുണ്ട്. എന്തുകൊണ്ട് അങ്ങനെ വന്നതെന്ന്, അങ്ങനെ ഉപയോഗം ഉണ്ടോ എന്നുള്ളത് ഈ വഴിയിലുള്ള ആൾക്കാരോട് ചോദിച്ചു നോക്കേണ്ടി വരും. അപ്പോൾ അത് ശരിയാണ്, അതിൻ്റെ ട്രാൻസ്ലേഷൻ ശരിയാണ്. മുദീർ ഷൂനിൽ മുഅല്ലിഫി എന്ന് പറഞ്ഞാൽ പേഴ്സണൽ മാനേജറാണ്. അവിടെ പേഴ്സണൽ എന്നാണ് ഇതിൽ പേപ്പറിലുള്ളത്, പക്ഷെ പേഴ്സണൽ എന്നുള്ളതാണ് ഇതിൻ്റെ ശരിയായ സംഗതി. അപ്പോൾ മുഅല്ലിഫീങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ആള്, അവരുടെ ക്ഷേമവും കാര്യങ്ങളും മറ്റൊക്കെ നോക്കുക, അവരുമായി ബന്ധപ്പെട്ട അവരുടെ സാലറി മറ്റുള്ള കാര്യങ്ങളൊക്കെയും നോക്കുന്ന ആൾക്കാണ് മുദീർ ഷൂനിൽ മുഅല്ലിഫീൻ എന്ന് പറയുക, പേഴ്സണൽ മാനേജർ എന്ന് പറയുന്നത്. റയീസു ഖിസ്മി തഖ്തീത്ത്, അവിടെ പേഴ്സണൽ എന്നുള്ളതിൽ മിസ്റ്റേക്ക് ഉണ്ട് സാറേ. അതെ അതെ, പേഴ്സണൽ എന്നല്ല അവിടെ വേണ്ടത്, പേഴ്സണൽ എന്നാണ്. പിന്നെ അതിലുള്ള പോലെ തന്നെ കൊടുത്തിട്ടുള്ളതാണ്. അതിന്റെ സ്പെല്ലിംഗ് എന്താ അപ്പോ? 2 N ഉണ്ടാവും, പിന്നെ ഇ ആണോ എ ആണോ നോക്കാൻ കേട്ടോ. ഇ ആണെന്നാണ് എൻ്റെ സംശയം, EN ആണ് തോന്നുന്നുണ്ട്. ഓക്കെ, റയീസു ഖിസ്മി തഖ്തീത്ത്, ഹെഡ് ഓഫ് പ്ലാനിംഗ് സെക്ഷൻ. ഖിസ്മു തഖ്തീത്ത്, തഖ്തീത്ത് പറഞ്ഞ പ്ലാനിംഗ് ആണല്ലോ, തഖ്തീത്ത് പ്ലാനിംഗ്. റയീസു ഖിസ്മ പറഞ്ഞ ഹെഡ് ഓഫ് പ്ലാനിംഗ് സെക്ഷൻ. ഓക്കെ, അതൊക്കെ ശരിയാണ്. അതിലൊന്നും ഇതൊക്കെ ഏറെക്കുറെ എല്ലാവരും ശരിയായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഐ ആം ലുക്കിംഗ് അറ്റ് ദി 12th page of the book. اختر الترجمة العربية الصحيحة لهذه العبارة. ഇത് ഒരേ സമയം ട്രാൻസ്ലേഷനും എന്നാൽ അതിലേറെ നഹ്വുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന, നമ്മുടെ സ്വന്തം മഅദൂദുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഉത്തരം ചെയ്യാം. ശരി ഉത്തരം ഓപ്ഷൻ 1 അല്ലെങ്കിൽ എ മാത്രമാണ്, ബാക്കിയൊക്കെയും തെറ്റാണ്. ഇതിന്റെ അർത്ഥം നമുക്കറിയാലോ. ഞാൻ പുസ്തകത്തിലെ 12ാമത്തെ പേജ് നോക്കുകയാണ് എന്നുള്ളതാണ് ഇതിന്റെ അർത്ഥം. നമുക്കറിയാം അൽ അദദു തർത്തീബി, ഓർഡിനൽ നമ്പർ. 2 തരം നമ്പറുകളുണ്ട്, ഓർഡിനൽ നമ്പറും ഉണ്ട്, കാർഡിനൽ നമ്പറും. ഇത് ഓർഡിനൽ നമ്പറാണ്, 12ാമത്തെ എന്നുള്ളതാണ്. അപ്പം അതുമായി ബന്ധപ്പെട്ട നിയമമാണ് ഇവിടെ ഉള്ളത്. അപ്പം 12ാമത്തത് എന്ന് പറയുമ്പോൾ
ബാക്കിയൊക്കെ ചിന്തിക്കാൻ ചേട്ടാ, ബാക്കി നമുക്ക് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. അനാമുറു എന്നുള്ളത് നോക്കേണ്ട ആവശ്യമില്ല, ഇല സൊഫ എന്ന് നോക്കേണ്ട ആവശ്യമില്ല, എല്ലാം അതേപോലെ തന്നെയാണ്. ലിൽ കിതാബ് എന്നുള്ളതും എല്ലാ ഓപ്ഷനുള്ളതാണ്. ആകെ ഇതിൽ മാറ്റുള്ളത് അസാനിയ അഷറ ഒന്നിൽ അങ്ങനെയാണ്. അസാനിയ അൽ അഷറത്ത എന്നുണ്ട്, അസാനിയ അൽ ആഷിറ എന്നുണ്ട്, അസാനിയ ആഷിറ എന്നുണ്ട്. ഇതിലേതാണെന്നുള്ളതാണ് നമ്മൾ ചർച്ച. അപ്പോ സൊഫത്ത് എന്നുള്ളത് മുഅന്നത്താണ് അല്ലെ, സൊഫത്ത് എന്നുള്ളത് മുഅന്നത്താണ്. അപ്പോ ഓർഡിനൽ നമ്പേഴ്സിന്റെ 2 പാർട്ടുകളും മുഅന്നത്തായിരിക്കും, അറിയാമല്ലോ. എന്നാൽ നമുക്ക് ഇവിടെ ആകെ തെറ്റിപ്പോകുന്നത് എന്താ വെച്ചാൽ, ഈ അൽ ആഷിറ എന്നാണോ അൽ അഷറ എന്നാണോ അഷറ എന്നാണോ എന്നല്ലാണ്. അവിടെ പ്രത്യേകം നഹ്വിന്റെ ഗ്രന്ഥങ്ങളിലൊക്കെയും കാണാൻ പറ്റും അസാനിയ അഷറ, കാരണം ഇത് മുറക്കബായ അതതാണ്. അപ്പൊ അതുകൊണ്ട് അവിടെ അസാനിയ അൽ അഷറ, അവിടെ അലിഫ്ലാം വേണ്ടതില്ല, അഷറ എന്ന് മാത്രം പറഞ്ഞാൽ. അതോടൊപ്പം ഇതിന്റെ 2 ജുസുകൾ മുറക്കബായ അതാകുന്ന സമയത്ത് 2 ജുസുകളുണ്ട്. ഈ 2 ജുസുകളും യുവാഫിഖു അൽ അൽ മഅദൂദ, രണ്ടും മഅദൂദിനോട് യോജിക്കും. അപ്പൊ സഫഹത്ത് എന്നുള്ളത് മുഅന്നത്താണ്, ഇത് രണ്ടും മുഅന്നത്തായിട്ടാണ് പറയുക. തർത്തീബി ആദതുമായി ബന്ധപ്പെട്ട ഒരു ഖായിദയാണ് ഇതിൽ വർക്കൗട്ട് ആകുന്നത്. അപ്പൊ അല്ലസ്റത്തിന് നമ്മൾ എങ്ങനെ തർക്കീബ് വെക്കാ സാറേ? അല്ലസ്റത്തിനോ അത്താനിയ അഷ്റ എന്നുള്ള മുറക്കമായ സാധനമാണ്, അതൊരു മുറക്കമായ സാധനമാണ്. അത് രണ്ടും ഒന്നാണ്. അത്താനിയ അഷ്റ എന്നുള്ള സാധനം ഒറ്റ ഒന്നാണ്. 12 2 വേറെ 10 വേറെ ഇല്ല. 12 എന്നുള്ള മുറക്കമായ അതാണ്. ഈ അസ്വഫ എന്നുള്ളതിന്റെ സിഫത്താണ് അത്താനിയ അഷറ എന്നുള്ള സാധനം. സ്വഫത്തിന്റെ സിഫത്താണ് അത്താനിയ അഷറ. 12 എന്ന് പറയുമ്പോ ആശിറ വേണം. അപ്പൊ അഷറക്കും അലിഫാം വേണ്ടോ? ഈ ആഷിറ വേണ്ടതില്ല. നമ്മള് പിന്നെ അത്താനിയ അവിടെ മാത്രം ആക്കിയാൽ മതി, അല്ലാതെ ഈ 2ാമത്തെ ജുസിൽ എന്താക്കേണ്ടതില്ല, അല്ല ആഷിറ എന്ന് പറയേണ്ടതില്ല. ആ നിയമം കൂടെ ഇവിടെ ഓർമ്മിക്കണല്ലോ. തന്നെ പഠിച്ചേക്കാനുള്ളൂ. അത്താനിയ ആഷിറ എന്നാണ് പറയുക. അലിഫ്ലാം വേണ്ടല്ല. 2ാമത്തെ ജുസിനെ നമ്മൾ തർത്തീബി അതിലേക്ക് മാറ്റേണ്ടതില്ല. 11ാമത്തെ എന്ന് പറയുമ്പോ ഹാദി അഷറ എന്നല്ലേ വരുന്നത്? ഇപ്പൊ അതെ അതെ, മുന്നത്താണെങ്കിൽ ഹാദിയത്ത് എന്ന് വരും. ഇത് സിഫത്താകുന്ന സമയത്താട്ടോ, തർത്തീബി അതതാകുന്ന സമയത്ത്. തർത്തീബി അതത് പറയുമ്പോൾ അത് സിഫത്തായിട്ടാണ് വരിക. ഇപ്പോ പിന്നെ 11ാമത്തെ കുട്ടി അല്ലെങ്കിൽ പിന്നെ 11ാമത്തെ വരി സിഫത്തായിട്ടാണല്ലോ വരിക. ഓക്കെ, അപ്പൊ അഷറക്കും അലിഫാം വേണ്ടേ സാറേ? വേണ്ട സിഫത്താകുന്ന വേണ്ട നമ്മൾ പറഞ്ഞല്ലോ, മുറക്കമായതാണ് നമ്മൾ പറഞ്ഞല്ലോ കാര്യങ്ങൾ. ഓക്കെ, നമുക്ക് അടുത്തേക്ക് പോകാലോ അല്ലെ. അപ്പൊ ഇത് പിന്നെ നഹ്വുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ കൂടിയാണ്. അപ്പൊ ആ നിലക്ക് ശ്രദ്ധിക്കാം. 13 ഒക്കെ ഇതേപോലെ തന്നെ വരും. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. അടുത്തത് ഇതുപോലെ നഹ്വുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. നഹ്വൻ ട്രാൻസ്ലേഷനും കൂടിയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ. One of the writers wrote an excellent article on this subject എന്നുള്ളതിന്റെ കറക്റ്റ് ആയിട്ടുള്ള അറബി എന്താണ് എന്നതാണ് ചോദ്യം. ശരിക്കും വായിച്ചിട്ട് വേണം. നിങ്ങൾ ഓൾറെഡി വായിച്ചതായതുകൊണ്ടായിരിക്കും നിങ്ങൾ പെട്ടെന്ന് ആൻസർ ചെയ്യുന്നത്. വായിക്കാത്തവരാണെങ്കിൽ ശരിക്കും വായിച്ചിട്ട് മാത്രമേ ആൻസർ ചെയ്യാൻ കഴിയുള്ളൂ. കാരണം ഓരോന്നും ശരിക്കും ചിന്തിച്ച് വായിച്ചിട്ട് മാത്രമേ നമുക്ക് ഇത്തരം ക്വസ്റ്റ്യൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, 1 of the എന്നൊക്കെ കാണുമ്പോൾ അല്ലേ, കണ്ടിട്ട് സി കൊടുത്തു. 1 of the writers അല്ലേ. ഇത് മുമ്പ് ഏതോ ഇതുപോലെ ഒരു പിന്നെ ക്വസ്റ്റ്യനിൽ 1 of the വന്നിട്ടുണ്ട്. അതെ.
തോന്നുന്നില്ല നമ്മൾ ഇതുപോലെ PYQ കണ്ടിട്ടുണ്ട്, നമ്മൾ പറഞ്ഞിട്ടുണ്ടത്. അല്ല നമുക്ക് കുറെ മുമ്പാന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഉത്തരം C ആണ്. ഒന്നാമത്തെ എന്താ പ്രശ്നം? കതബ അഹദു കാത്തിബീൻ, അഹദു കാത്തിബീൻ അലിഫ് ലാം ഇല്ല, എന്നിട്ട് മഖാലുൻ മുംതാസുൻ. അപ്പൊ മഖാലൻ മുംതാസൻ അഹദുൽ കാത്തിബീൻ എന്നാണെങ്കിൽ അത് ശരിയാകുമായിരുന്നു. അവിടെ കാത്തിബീൻ എന്നുള്ളതിന് അലിഫ് ലാം ഇല്ല, മഖാലൻ എന്ന് നസ്ബ് കൊടുത്ത് പറഞ്ഞില്ല, മുംതാസൻ എന്നൊന്നും പറഞ്ഞില്ല. ഓപ്ഷൻ 2 നോക്കാം. അഹദുൽ കാത്തിബീന കതബു, അഹദുൽ കാത്തിബീന കതബു എന്ന് ഒരിക്കലും പറയില്ല, നഹ്വിയായിട്ട് തന്നെ തെറ്റാണ്. അഹദുൽ കാത്തിബീന കതബു എന്ന് ഒരിക്കലും പറയില്ല, അഹദുൽ കാത്തിബീന കതബാന്നേ പറയുള്ളൂ. നമ്മള് അതായത് സെന്റൻസ് നമ്മൾ എന്താക്കുക, ഇസ്മിയ ജുംലയാക്കാണെന്ന് വിചാരിക്കുക. അഹദുൽ കാത്തിബീന കതബ മഖാലത്തുൻ മുംതാസത്തൻ ഹൗല ഹാദൽ മൗദൂ. അപ്പൊ ഇവിടെ കതബ എന്നാക്കുകയാണെങ്കിൽ നമുക്കത് ശരിയാണെന്ന്, ജുംല ശരിയാണെന്ന് ഉറപ്പായിട്ടും പറയാമായിരുന്നു. ചെറിയൊരു തെറ്റ് മാത്രമാണ് അതിലുള്ളത്, ബാക്കിയൊക്കെ റെഡിയായി. ഓക്കെ, ഓപ്ഷൻ C ഏതായാലും ശരിയാണല്ലോ, കുറിച്ച് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. ഓപ്ഷൻ 4 കതബ അഹദുൽ കാത്തിബി, വൺ ഓഫ് ദി റൈറ്റേഴ്സ്. വൺ ഓഫ് ദി റൈറ്റർ എന്ന് ഒരിക്കലും പറയില്ല. റൈറ്ററിൽ നിന്ന് ഒരാൾ, എഴുത്തുകാരനിൽ നിന്ന് ഒരാൾ എന്ന് ഒരിക്കലും പറയില്ല, എഴുത്തുകാരിൽ നിന്നുള്ള ഒരാൾ എന്നേ പറയുള്ളൂ. അവിടെ കാത്തിബ് എന്ന് ഈ അഹദിന്റെ ശേഷം എപ്പോഴും പിന്നെ ജമ്മു വരണം എന്നുള്ളതാണ് കായിക. അഹദിന്റെ ശേഷം എപ്പോഴും ജമ്മേ വരാൻ പറ്റുള്ളൂ. അത് ഇവിടെ മുഫ്രദ് വന്നു എന്നുള്ളതാണ്. അതോടൊപ്പം മഖാലുൻ എന്നാണ്, മഖാലൻ എന്നാണ് ഈ കുഴപ്പമില്ലായിരുന്നു, മുംതാസൻ. അപ്പൊ അതൊക്കെയാണ് അതിലെ പ്രശ്നങ്ങൾ. ഇതിൽ ഓപ്ഷൻ 3 മാത്രമാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ഇതും നഹ്വുമായി ബന്ധപ്പെട്ടാണ്. ആൻസർ ചെയ്യാം. They told the two boys. ഓപ്ഷൻ 4 ആണ് ഇതിൻ്റെത്. വലബു മിനൽ വലതൈനി, മിന്ന് ജറിന്റെ അർഫാണ്. അപ്പോ ജറിന്റെ അർഫിന്റെ ശേഷം മജറൂറാണ് വരേണ്ടത്. മുസന്നയാണ് വലതൈനി എന്നുള്ളത്. മുസന്നക്ക് ജറ് യാവ് കൊണ്ടാണ്, അപ്പോ അലിഫ് കൊണ്ടല്ല. ബാക്കിയുള്ള 1, 2 അലിഫ് കൊണ്ടാണ് കൊടുത്തിട്ടുള്ളത്. ഒന്നാമത്തിൽ ഐ യഫ്തഹാനി എന്ന് വരുന്നുണ്ട്, അന്ന് നാസിബാണ്. മുളാരിയ ഫീലിനെ പിന്നെ ഈ ഇതിന്റെ സാധനം മറ്റേ അംതിലത്തുൽ ഖംസ അല്ലെ, ലഫാറുൽ ഖംസയിൽ പെട്ടാണ്. അംതിലത്തുൽ ഖംസയുടെ നസ്ബ് നൂനെ കളഞ്ഞുകൊണ്ടാണെന്നുള്ളതൊക്കെ നമുക്കറിയാം. അപ്പോൾ ആ 2 പ്രശ്നങ്ങളാണ്. അത് രണ്ടും അറിഞ്ഞിരുന്നാൽ ഈ കുഴപ്പങ്ങളൊന്നുമില്ല. 2 കാര്യത്തിൽ അറിയാനുള്ളൂ. ഒന്ന് മുസന്നയുടെ ഇറാബ് ശരിക്കറിയണം, മറ്റൊന്ന് അംതിലത്തുൽ ഖംസയുടെ ഇറാബ് ഇറാബ് അറിയണം. അത് ഇറാബിന്റെ പിന്നെ ഫുറോയിയായ അലാമത്തുൽ ഇറാബിൽപ്പെട്ടാണ് ഈ 2 സാധനങ്ങളും. അസ്ലിയായ അലാമത്ത് കൊണ്ട് മനസ്സിലാക്കാനില്ല. അപ്പൊ ഫുറോയിയായ അലാമത്തിൽ നിന്ന് മുസന്നയും അതുപോലെ അൽ-അഫ്ആലുൽ ഖംസ അല്ലെങ്കിൽ അൽ-അംതിലത്തുൽ ഖംസ, ഈ 2 സാധനങ്ങളെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ശരീരത്തിലേക്ക് എത്താൻ പറ്റും. അപ്പൊ ഐ യഫ്തഹാനി എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല, ഐ യഫ്തഹ എന്നേ പറയാൻ പറ്റുള്ളൂ. മിനൽ വലദായി എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല, മിനൽ വലദൈനി എന്നേ പറയാൻ പറ്റും. ബാക്കിയൊക്കെ ഓക്കെ. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഇത് പിന്നെ ട്രാൻസ്ലേഷൻ ക്വസ്റ്റ്യൻ ആണ്. കാന തവാമിർ സുൽത്താൻ അൻ യർജിഅ അൽ ഹാകിമു മിൻ സിയാറത്തിഹി ലിബരിഖാനിയ ലിയഅമല വാജിബഹു ഫീ ബിലാദിഹി. ഇതാണ് നമ്മുടെ അറബി ഉള്ളത്. അതിന്റെ ഇംഗ്ലീഷ് എന്താണ് എന്നുള്ളതാണ് എന്നുള്ള ആകെയുള്ള ചോദ്യം. വായിച്ചുണ്ടാക്കണം, ഓരോന്നും വളരെ ശ്രദ്ധാപൂർവം വായിക്കണം. അതിനൊരു 1.5 മിനിറ്റ് ചിലപ്പോൾ അതിന് ചിലവാകും. ഓക്കെ, നമുക്ക് എല്ലാവരും നേരത്തെ വായിച്ചതായിരിക്കും എന്നാണ് തോന്നുന്നത്. ഉത്തരം വന്നു കഴിഞ്ഞു.
ഇതിന്റെ ഉത്തരത്തിലേക്ക് പോകാം. ഓക്കെ, കാനത്ത് അവാമിർ സുൽത്താൻ വേർ അല്ലേ? കാനത്ത് വേറാണല്ലോ. കാനത്ത് ആറോ അല്ലെങ്കിൽ പിന്നെ ഏതാ ഉള്ളത്? വാസോ ഒന്നുമല്ല. അവാമിർ വാസ് അവാമിർ വരുന്നത് കൊണ്ട് വേറെ ജമ്മായിരുന്നു. കാനത്ത് അവാമിർ സുൽത്താൻ അയ്യർജിയാൽ ഹാക്കിമു. അപ്പോൾ സുൽത്താന്റെ കൽപ്പനകൾ എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹാക്കിമു ഗവർണർ അദ്ദേഹം ബ്രിട്ടൻ സന്ദർശനത്തിൽ നിന്ന് മടങ്ങി നാട്ടിലേക്ക് തിരിച്ചു വന്ന് നാട്ടിലുള്ള ഉത്തരവാദിത്വം ചെയ്യണമെന്നാണ് രാജാവിന്റെ സുൽത്താന്റെ ഓർഡർ ഉള്ളത്. അതിൽ ഒന്നാമത്തെ പ്രശ്നം എന്താ? സുൽത്താൻസ് ഓർഡർ വാസ്, അവിടെ തന്നെ പോയി. ഓർഡർ വാസ് എന്ന് പറയുമ്പോൾ തന്നെ പോയി. പിന്നെ ഫോർ ദി ഗവർണർ ടു റിട്ടേൺ ടു ഹിസ് വിസിറ്റ് എന്നാണ് ഉള്ളത്. നേരെ തിരിച്ചുള്ള അർത്ഥം ടു റിട്ടേൺ ടു ഹിസ് വിസിറ്റ് അല്ല, ടു റിട്ടേൺ ഫ്രം ഹിസ് വിസിറ്റ് ആണ്. അത് സന്ദർശനം ഒഴിവാക്കാനാണ് പറയണത്. സന്ദർശനത്തിലേക്ക് തിരിച്ചു പോകാനല്ല, സന്ദർശനം ഒഴിവാക്കി തിരിച്ചു വരാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓപ്ഷൻ ബി നോക്കുകയാണെങ്കിൽ സുൽത്താൻസ് ഓർഡേഴ്സ് 6 കൊടുത്തിട്ടുള്ളത്. കാനത്ത് നമുക്കറിയാം അവിടെ 6 പറ്റില്ല. അവിടെ ടു റിട്ടേൺ ടു ഹിസ് വിസിറ്റ് അവിടെയും ആ പ്രശ്നം കാണുന്നുണ്ട്. അപ്പം തെറ്റാണ്. പിന്നെ ഓപ്ഷൻ 4 പ്രശ്നം സുൽത്താൻസ് ഓർഡർ ഈസ്. ബാക്കി ടു റിട്ടേൺ ഫ്രം ഹിസ് വിസിറ്റ് അവിടെ റെഡിയാണ്. അവിടെ ഓർഡർ ഈസ് എന്നുള്ളത് തെറ്റിപ്പോയി എന്നുള്ളതാണ്. ഓക്കെ, ഇത് താരതമ്യേന വലിയ കുഴപ്പങ്ങളില്ലാത്ത ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലെ. ഇബാറ അറബിയ മുഖാബിലു അല IAS നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലെ. ഇബാറ അറബിയ തുഖാബിലു അല IAS, ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്. മുമ്പ് VS അച്യുതാനന്ദന് കേരളത്തിൽ നിന്ന് തന്നെ ഹജ്ജ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കും എന്ന് പറഞ്ഞ പോലെ നമുക്ക് പിന്നെ ഫോക്കസിൽ തന്നെ PSC എക്സാം എഴുതാനുള്ള അവസരം ഉണ്ടാക്കാൻ ശ്രമിക്കണം. പുതിയ ഗവൺമെന്റ് ഒക്കെ വന്നാണല്ലോ. അപ്പൊ നമുക്ക് ഇതിന്റെ ഉത്തരത്തിലേക്ക് പോവാം. ഓപ്ഷൻ എ ആണ് ഇതിന്റെ ഉത്തരം. അൽ ഖിദ്മ അൽ ഇദാരിയ അൽ ഹിന്ദിയ. ബാക്കിയൊക്കെ തെറ്റാണ് അല്ലെ. അൽ ഖിദ്മ പറഞ്ഞ സർവീസ്, അൽ ഇദാരിയ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, അൽ ഹിന്ദിയ ഇന്ത്യൻ. ഇദാറത്തുൽ ഖിദ്മാത്തുൽ ഹിന്ദിയ അല്ല. ഇദാറത്തുൽ ഖിദ്മാത്ത് എന്ന് പറയുമ്പോൾ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഇന്ത്യൻ സർവീസസ് എന്നാവും. അതൊരിക്കലല്ല. അൽ ഖിദ്മാത്തുൽ ഹിന്ദിയ ലിൽ ഇദാറ, ഇന്ത്യൻ സർവീസസ് ഫോർ അഡ്മിനിസ്ട്രേഷൻ, അതുമല്ല. അൽ ഖിദ്മാത്തുൽ ഇദാരിയ ഫിൽ ഹിന്ദ്, അഡ്മിനിസ്ട്രേറ്റീവ് സർവീസസ് ഇൻ ഇന്ത്യ, അതുമല്ല. നമ്മുടെ ഉത്തരം ഓപ്ഷൻ 1 അല്ലെങ്കിൽ എ മാത്രമാണ്. ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിപ്പിക്കാം. ശുക്രാൻ ലി ഹുസ്നി ഇസ്തിമാഇക്കും. വബറകല്ലാഹു ഫീക്കും. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.